പേശിലെ ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഈ വചനം ശ്രവിക്കുന്ന, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വചനം അല്ലെങ്കിൽ വാഗ്ദത്ത വചനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നിരാശയും ദുഃഖവും പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ വേദനിക്കുമ്പോൾ, നിരാശപ്പെട്ടിരിക്കുമ്പോൾ ദൈവം ശക്തമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനത്തെ ഒരു വചനമാണ് സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. ഒന്നോടെയും പറയാം, നമ്മുടെ ജീവിതത്തിന് നാം അനുഭവിക്കുന്ന ദുഃഖങ്ങൾ തരുന്ന അല്ലെങ്കിൽ ചിന്തകൾ തരുന്ന നിരാശ, അതിന് ഉത്തരമായിട്ടാണ് കർത്താവ് ഈ വചനം തരുന്നത്. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. ഇതിൻ്റെ സന്ദർഭം തിരിച്ചറിയുമ്പോഴാണ് ദൈവം എത്രമാത്രം നമ്മോട് കരുതലുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പാവം ദാവീദ് രാജാവ് ഭയപ്പെട്ടുകൊണ്ട്, നിരാശപ്പെട്ടുകൊണ്ട് ഗുഹയിൽ ഒളിച്ചിരിക്കുക. ആ സമയത്ത് ദാവീദ് പറഞ്ഞ വചനമാണ്, ദാവീദിനെ ദൈവം ശക്തിപ്പെടുത്താൻ ഉപയോഗിച്ച വചനമാണ്. നിരാശപ്പെട്ടിരിക്കുക, പ്രതീക്ഷയെല്ലാം തകർന്നു. അപ്പോൾ കർത്താവ് ഇടപെടുക. ദാവീദിൻ്റെ ജീവിതത്തിൽ സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലയുന്നെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് സിംഹം ശക്തിയുടെ ഒരു പ്രതീകമാണ്, എല്ലാവരും പേടിപ്പിക്കുന്ന അവസ്ഥയാണ്. അതിലപ്പുറമായിട്ടും സ്വയം പര്യാപ്തയുടെ ഒരു മോഡലാണ്, മാതൃകയാണ്. അതുകൂടെ പറയാം. സിംഹത്തിൻ്റെ ആ വചനം കേൾക്കുമ്പോൾ എന്നിട്ട് കർത്താവ് പറയുക, ആ സിംഹക്കുട്ടികൾ പോലും വലഞ്ഞേക്കാം, കാട്ടിലെ രാജാവാണ്, അത് സംഭവിക്കില്ല. എന്നിരുന്നാലും ദൈവത്തെ അന്വേഷിക്കുന്നവനെ ഒരു തരത്തിലും ഒന്നും ബാധിക്കുകയില്ല. നമ്മുടെ ശക്തിയിലല്ല, നമ്മുടെ കഴിവിലല്ല, നമ്മുടെ സാധ്യതകളിലല്ല നമ്മൾ വിജയം കണ്ടെത്തേണ്ടത്. അതല്ല നമ്മുടെ ജീവിതത്തിൽ ഉത്തരമായി മാറുന്നത്, ശക്തിയായി മാറുന്നത്. അത്രമാത്രം ശക്തിയുള്ളവർ പോലും നിരാശപ്പെട്ടുകൊണ്ട് വേദനയിലിരുന്നാലും വചനം പറയുന്നു, ദാവീദ് ദൈവത്തോട് ചേർന്ന് നിന്ന വ്യക്തിയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിനക്കൊന്നും സംഭവിക്കില്ല, നിന്നെ ഞാൻ കാക്കും. കാത്തു. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്തിൻ്റെ ആ വലിയ വാഗ്ദത്ത വചനം എന്താണ്? ഞാൻ എന്നിൽ ആശ്രയിക്കാതെ, എൻ്റെ കഴിവുകളിലും എൻ്റെ സാധ്യതകളും ആശ്രയിക്കാതെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, ദൈവത്തിലേക്ക് നോക്കും. ദാവീദിനെ ഉയർത്തിയതുപോലെ കർത്താവ് നമ്മെ ഉയർത്തും, നമ്മെ ശക്തിപ്പെടുത്തും, നമുക്കൊരു അനർത്ഥവും വരികയില്ല. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും ഈ വചന കൂടാരത്തേക്ക് സമർപ്പിച്ച് ഉറപ്പായിട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഇന്നും നിനക്ക് ഒരുപക്ഷെ പലതരത്തിലും പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിയാകാം. സാമ്പത്തികം തകർന്നായിരിക്കാം, ചില ലോൺ അടയ്ക്കേണ്ട വ്യക്തികളാകാം, ചില രോഗത്തിൻ്റെ അവസ്ഥയാകാം, ആശുപത്രി പൈസ ഇല്ലാത്ത അവസ്ഥയാകാം, കുട്ടികൾക്ക് ഫീസ് അടക്കില്ലാത്ത അവസ്ഥയാകാം, അല്ലെങ്കിൽ പലതവണ നീ പരീക്ഷ എഴുതിയിട്ടും വിജയിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ജീവിതത്തിൻ്റെ പച്ചയായ ചില അവസ്ഥകൾ നിന്നെ ദാവീദ് രാജാവ് നിരാശപ്പെട്ട് വേദനയോടുകൂടി ഗുഹയിൽ ഒളിച്ചതുപോലെ തന്നെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ഒളിക്കുന്ന അവസ്ഥയാണെങ്കിൽ നീ ധൈര്യമായിട്ടിരിക്കുക. സിംഹക്കുട്ടി ശക്തനായ വ്യക്തിയാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ഇടപെടും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.